ഒരു വേനൽക്കാലത്തെ ചൂടുള്ള ഉച്ചസമയത്ത് കരിങ്കല്ലിൽ തീർത്ത വീടിന്റെ തണുപ്പുള്ള മുറ്റത്ത് നളിനി തുണികൾ അലക്കുകയായിരുന്നു. അവൾ മുട്ടുകുത്തിയിരുന്ന് തുണിയുടെ ഓരോ അഴുക്കും കളയാൻ കൈയിലുള്ള പലകയിൽ ശക്തിയായി അടിച്ചു. അത് അവളുടെ ഉള്ളം കൈകളിൽ ചുവന്നു തടിച്ച പാടുകൾ വരുത്തി. ആ പാടുകൾ ഓരോന്നും അവൾ സഹിച്ച കഷ്ടപ്പാടുകളുടെയും അവൾ കണ്ട സ്വപ്നങ്ങളുടെയും അടയാളങ്ങളായിരുന്നു. ഈ വലിയ വീട്ടിൽ ജോലിക്കാരിയായിട്ട് അവൾ 8 വർഷം പൂർത്തിയാക്കിയിരുന്നു. ഈ ജീവിതം തുടങ്ങുമ്പോൾ അവൾക്ക് 20 വയസ്സായിരുന്നു. കൂടാതെ വീടിന്റെ ചുമരുകൾക്കുള്ളിൽ ഒളിച്ചുകഴിയുന്ന 2 കുഞ്ഞുങ്ങളും അവൾക്കുണ്ടായിരുന്നു. വിശപ്പില്ലാതെ രോഗമില്ലാതെ നല്ലൊരു ജീവിതം അവർക്ക് നൽകുക എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നഗരത്തിലെ ഈ വലിയ വീട്ടിൽ ജോലിക്കാരിയായി പോകാൻ ഭർത്താവ് തീരുമാനിച്ചപ്പോൾ അവൾ ഒരു മടിയും കൂടാതെ സമ്മതിച്ചു. നളിനി ജോലി ചെയ്യുന്ന ഈ വീടിന്റെ പേര് സ്നേഹതീരമെന്നായിരുന്നു. പേരുപോലെ ആ വീട്ടിൽ സ്നേഹമില്ലായിരുന്നില്ല. പക്ഷേ വീട്ടിലെ യജമാനിക്കും യജമാനനും സന്തോഷമില്ലായിരുന്നു. നളിനി എപ്പോഴും അവരുടെ കണ്ണുകളിൽ ഒരുതരം സങ്കടം കാണാറുണ്ട്. അതറിയാൻ അവൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമുണ്ടായിരുന്നില്ല. നളിനിയുടെ അതേ പ്രായമുള്ള മായ എല്ലാ ദിവസവും വൈകുന്നേരം ജനലിനരികിൽ ചെന്ന് ദൂരേക്ക് നോക്കിയിരിക്കാറുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും അത് നടക്കാതെ പോയ ഒരാളുടെ അതേ നിസ്സഹായതയോടെയാണത്. ഒരു ദിവസം അത്താഴത്തിനു ശേഷം രവിയും മായയും സംസാരിക്കുന്നതവൾ കേട്ടു. 8 വർഷമായി നമ്മൾ വിവാഹിതരായിട്ട്. ഇനിയും എത്ര കാലം ഞാൻ കാത്തിരിക്കണം? എനിക്കൊരു അനന്തരാവകാശിയെ വേണം. ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാൻ നിർബന്ധിതനാകും. രവിയുടെ ആ വാക്കുകൾ ആ വീട്ടിലെ നിശബ്ദതയെ തകർത്തു. അയാളുടെ ശബ്ദത്തിൽ ദേഷ്യമുണ്ടായിരുന്നില്ല, എന്നാൽ അതിലൊരു നിസ്സഹായതയുണ്ടായിരുന്നു. മായയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതവൾ നളിനി കാണാതെ തുടച്ചുമാറ്റി. അടുത്ത ദിവസം പതിവുപോലെ മായ നളിനിയെ വിളിച്ചു. അവർ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നളിനി, എനിക്കൊന്ന് സംസാരിക്കണം. നീ എന്റെ കൂടെ പുറത്തേക്ക് വരണം, മായ പറഞ്ഞു. അവർ അടുത്തുള്ള ഒരു പാർക്കിൽ പോയിരുന്നു. ആകാശത്തേക്ക് നോക്കി മായ ഒരുപാട് നേരമൊന്നും മിണ്ടാതെയിരുന്നു. എനിക്കെന്റെ ഭർത്താവിനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അയാളുടെ കണ്ണുകളിൽ ആ വേദന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ എനിക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് അയാൾ മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു. അത് കാണാൻ എനിക്ക് കഴിയില്ല നളിനി. എനിക്കൊരു വഴി പറഞ്ഞുതരൂ, മായ നളിനിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ടു പറഞ്ഞു. നളിനി ഒന്നും പറയാതെ മായയെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നളിനിയുടെ മനസ്സിൽ ആ ചിന്ത വരുന്നത്. അത് അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ അവൾക്ക് അവരുടെ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. മായ അവളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. അതുവരെ അവൾ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞുമാറിയിരിക്കുകയായിരുന്നു. നളിനി, നീ എന്റെ ഒരു സഹായം ചെയ്യുമോ? മായയുടെ ചോദ്യം കേട്ടപ്പോൾ നളിനി അറിയാതെ ഞെട്ടി. എന്താ മാഡം? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. എന്റെ ഭർത്താവിനുവേണ്ടി നീ ഒരു കുഞ്ഞിന് ജന്മം നൽകണം. അതിന് പ്രതിഫലമായി ഞാൻ നിനക്ക് 50 ലക്ഷം രൂപ തരാം. ആ പണം ഉപയോഗിച്ച് നിനക്ക് നിന്റെ കുട്ടികളെ പഠിപ്പിക്കാനും കടം വീട്ടാനും സാധിക്കും. മായയുടെ വാക്കുകൾ കേട്ട് നളിനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മായയുടെ വാക്കുകൾ നളിനിയുടെ കാതുകളിൽ ഒരു ഇടിത്തീ പോലെ മുഴങ്ങി. ഒരു നിമിഷം അവൾക്ക് താൻ കേട്ടത് ശരിയാണോ എന്ന് സംശയം തോന്നി. 50 ലക്ഷം രൂപ! തന്റെ ജീവിതത്തിൽ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു തുകയാണത്. ആ പണം കൊണ്ട് ഭർത്താവിന്റെ കടങ്ങൾ തീർക്കാം. തന്റെ കുട്ടികളായ വിനീതയ്ക്കും വിജയിനും നല്ല വിദ്യാഭ്യാസം നൽകാം. അവർക്ക് നല്ലൊരു ഭാവി കൊടുക്കാം. പക്ഷേ അതിനുവേണ്ടി സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ഒരു വിലപേശൽ വസ്തുവായി നൽകുക. നളിനിയുടെ മനസ്സ് ഒരു കൊടുങ്കാറ്റിലകപ്പെട്ടതുപോലെ അസ്വസ്ഥമായി. മാഡം, എനിക്കിത് ആലോചിക്കാൻ പോലും കഴിയില്ല, നളിനി വിറയലോടെ പറഞ്ഞു. മായയുടെ മുഖം വാടി. നളിനി, എനിക്കെന്റെ ഭർത്താവിനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. എന്റെ ജീവിതം തകരാൻ പോകുകയാണ്. നിന്നെപ്പോലെ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ വേദന മനസ്സിലാകൂ. മായയുടെ വാക്കുകൾ നളിനിയുടെ ഹൃദയത്തിൽ ഒരു മുറിപ്പാടുണ്ടാക്കി. മായയുടെ കണ്ണുകളിലെ ആഴമേറിയ വേദന അവൾക്കറിയാമായിരുന്നു. നളിനി വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അവൾക്ക് തന്റെ കുഞ്ഞുങ്ങളുടെ മുഖം ഓർമ്മ വന്നു. അവർക്ക് വയറുനിറയെ ഭക്ഷണം കൊടുക്കാൻ പലപ്പോഴും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. നല്ലൊരു വസ്ത്രം പോലും അവർക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വീട്ടിൽ അവൾക്ക് വിശപ്പില്ല. പക്ഷേ അവളുടെ കുട്ടികൾ അവരുടെ വിശപ്പ് മാറ്റാൻ അവൾക്ക് കഴിയുന്നില്ല. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് മായയുടെ വാഗ്ദാനത്തിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നു. അവൾക്ക് തന്റെ ഭർത്താവിനോട് സംസാരിക്കണമെന്ന് തോന്നി. അടുത്ത ദിവസം രാവിലെ അവൾ മായയോട് അനുവാദം ചോദിച്ച് ഗ്രാമത്തിലേക്ക് പോയി. ഗ്രാമത്തിലെത്തിയപ്പോൾ ഭർത്താവ് രാഘവൻ വയലിൽ പണിയെടുക്കുകയായിരുന്നു. അവനെ കണ്ടപ്പോൾ നളിനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് അയാളുടെ മുന്നിൽ മായയുടെ വാഗ്ദാനത്തെക്കുറിച്ച് എങ്ങനെ പറയുമെന്നോർത്ത് പേടിയായി. നളിനി, നിനക്കെന്താ പറ്റിയത്? മുഖം വല്ലാതെ വിളറിയിട്ടുണ്ടല്ലോ, രാഘവൻ ചോദിച്ചു.
നളിനി എല്ലാം രാഘവനോട് തുറന്നു പറഞ്ഞു. മായയുടെ വാഗ്ദാനം കേട്ട് രാഘവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നിനക്ക് ഭ്രാന്തായോ നളിനി? നമ്മൾ എന്ത് ദാരിദ്ര്യം സഹിച്ചാലും നമ്മുടെ അഭിമാനം പണയം വയ്ക്കാനായി എനിക്ക് കഴിയില്ല. നീ എത്രയും പെട്ടെന്ന് തിരികെ പോയി അവരോട് ഈ കാര്യം മറന്നുകളയാൻ പറയണം. രാഘവന്റെ വാക്കുകൾ നളിനിയെ വേദനിപ്പിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കുവേണ്ടി, നമ്മുടെ കുട്ടികൾക്കുവേണ്ടി, നമുക്കുവേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കുന്ന ആളാണ് നിങ്ങൾ. നിനക്കെന്തെങ്കിലും ആപത്തു വരുമ്പോൾ സഹായിക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ല. ഈ പണം നമ്മുടെ ജീവിതം മാറ്റിമറിക്കും. രാഘവൻ ഒരുപാട് നേരമൊന്നും മിണ്ടാതെ നിന്നു. ഭാര്യയുടെ കണ്ണുകളിലെ വേദനയും കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള അവളുടെ ആഗ്രഹവും അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. ഒടുവിൽ അയാൾ മനസ്സില്ലാ മനസ്സോടെ ആ വാഗ്ദാനം സ്വീകരിക്കാൻ സമ്മതിച്ചു. അന്നു രാത്രി അവർ ഉറങ്ങിയില്ല. ഒരുപാട് സമയം സംസാരിച്ചിരുന്നു. അവരുടെ തീരുമാനം എത്രത്തോളം ശരിയാണെന്ന് അവർക്കറിയില്ലായിരുന്നു. പക്ഷേ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. രാഘവനുമായി സംസാരിച്ച് നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ നളിനിയുടെ മനസ്സിൽ ഒരു ഭാരം കയറിക്കൂടിയിരുന്നു. ട്രെയിനിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി അവൾ തന്റെ കുട്ടികളുടെ മുഖം മനസ്സിൽ കണ്ടു. അവരുടെ ചിരിയും കളികളും അവളുടെ മനസ്സിൽ ഒരാശ്വാസം നൽകി. അവരുടെ ഭാവിക്കുവേണ്ടി ഏതു ത്യാഗവും സഹിക്കാൻ താൻ തയ്യാറാണെന്ന് അവൾ സ്വയം പറഞ്ഞു. എങ്കിലും ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ ഗൗരവം അവളെ വല്ലാതെ അലട്ടി. സ്നേഹതീരം എന്ന വീട്ടിലേക്ക് അവൾ തിരികെ എത്തിയപ്പോൾ എല്ലാം പഴയതുപോലെയായിരുന്നില്ല. മുറ്റത്തെ ചെടികളും പൂക്കളും പോലും അവളെ നോക്കി സഹതാപത്തോടെ ചിരിക്കുന്നതുപോലെ അവൾക്ക് തോന്നി. മായ മുറിയിൽ അവളെ കാത്തിരിക്കുകയായിരുന്നു. നളിനിയെ കണ്ടതും മായയുടെ കണ്ണുകൾ തിളങ്ങി. നളിനി, നീ തിരികെ വന്നല്ലോ, മായ ആശ്വാസത്തോടെ പറഞ്ഞു. നളിനി നേരെ മായയുടെ മുറിയിലേക്ക് നടന്നു. അവളുടെ കണ്ണുകളിൽ തീരുമാനമെടുത്തതിന്റെ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. മാഡം, ഞാൻ സമ്മതിച്ചു. ആ വാക്കുകൾ മായയുടെ മുഖത്ത് ആഴത്തിലുള്ള ആശ്വാസം നിറച്ചു. ഒരു നിമിഷം ആ വീട്ടിൽ വർഷങ്ങളായി തളംകെട്ടിനിന്ന ദുഃഖം അലിഞ്ഞുപോയതുപോലെ മായയ്ക്ക് തോന്നി. നിനക്ക് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല, നളിനി മായ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ രവിയും നളിനിയും മായയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നു. ഒരുതരം നിശ്ശബ്ദത ആ മുറിയിൽ തളം കെട്ടിനിന്നു. രവിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമുണ്ടായിരുന്നില്ല. മറിച്ച് ഒരുതരം കുറ്റബോധമുണ്ടായിരുന്നു. അയാൾ നളിനിയെ നേരിട്ട് നോക്കാൻ മടിച്ചു. നളിനി, ഇത് 50 ലക്ഷം രൂപയുടെ ചെക്കാണ്. നിനക്കെപ്പോൾ വേണമെങ്കിലും ഇത് ബാങ്കിൽ കൊടുത്ത് പണമാക്കാം, രവി മടിച്ചുകൊണ്ട് പറഞ്ഞു. നളിനി ചെക്കിലേക്ക് നോക്കിയില്ല. അവളുടെ കണ്ണുകൾ രവിയുടെ കണ്ണുകളിലേക്ക് നീങ്ങി. ഒരു നിമിഷം അവർ പരസ്പരം നോക്കി. ആ നോട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നളിനിയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇത് തന്റെ കുട്ടികൾക്കു വേണ്ടി ചെയ്യുന്ന ഒരു ത്യാഗമാണോ അതോ ഒരു പാപമാണോ? പിന്നീടുള്ള ദിവസങ്ങളിലാ വീടിന്റെ അന്തരീക്ഷം ആകെ മാറി. മായ പതിവായി നളിനിയെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും അവൾക്കു വേണ്ട എല്ലാ പരിചരണങ്ങളും നൽകുകയും ചെയ്തു. എന്നാൽ നളിനിയുടെ മനസ്സിലെ ഭാരം കൂടിയതേയുള്ളൂ. എല്ലാ ദിവസവും രാത്രിയിൽ അവൾ തന്റെ കുട്ടികളുടെ ചിത്രം നോക്കി കരഞ്ഞു. അമ്മ നിങ്ങളുടെ നല്ല ഭാവിക്കുവേണ്ടി ചെയ്യുന്നതാണെന്റെ മക്കളെ, അവൾ മനസ്സിൽ പറഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. നളിനി ഗർഭിണിയായി. മായയ്ക്ക് അത്ഭുതവും സന്തോഷവും ഒരുപോലെ തോന്നി. അവൾ നളിനിയെ തന്റെ സ്വന്തം സഹോദരിയെപ്പോലെ പരിചരിച്ചു. പക്ഷേ നളിനി പതിയെ മായയിൽ നിന്ന് അകന്നു തുടങ്ങി. അവളുടെ മനസ്സിൽ വളരുന്ന കുഞ്ഞിനോട് അവൾക്ക് ഒരുതരം വാത്സല്യം തോന്നിത്തുടങ്ങിയിരുന്നു. ഗർഭത്തിന്റെ അവസാന മാസങ്ങളിൽ നളിനിയുടെ മനസ്സ് തീവ്രമായ ഒരു പോരാട്ടത്തിലായിരുന്നു. മായയുടെ വാഗ്ദാനവും പണവും അവളെ പ്രലോഭിപ്പിച്ചെങ്കിലും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടുള്ള വാത്സല്യം അതിനെയെല്ലാം അതിജീവിച്ചു. ഓരോ ദിവസവും അവൾ ആ കുഞ്ഞുമായി കൂടുതൽ അടുക്കുകയായിരുന്നു. രവിയുടെയും മായയുടെയും സന്തോഷം അവൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അവരെ വിഷമിപ്പിക്കുന്നത് അവൾക്ക് സങ്കടമുണ്ടാക്കി. പക്ഷെ സ്വന്തം കുഞ്ഞിനെ മറ്റൊരമ്മക്ക് നൽകുന്നതിനേക്കാൾ വലിയ വേദന വേറെയില്ലെന്നവൾ മനസ്സിലാക്കി. പ്രസവത്തീയതി അടുക്കുമ്പോൾ മായയുടെയും രവിയുടെയും സന്തോഷം വർദ്ധിച്ചു. അവർ കുട്ടിക്കുവേണ്ടി മുറിയൊരുക്കുകയും കളിപ്പാട്ടങ്ങൾ വാങ്ങുകയും ചെയ്തു. പക്ഷേ നളിനി പതിയെ മായയിൽ നിന്നും അകന്നു തുടങ്ങി. അവളുടെ മുഖത്ത് ഒരുതരം നിശ്ശബ്ദത തളം കെട്ടിനിന്നു. മായയ്ക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലും അവൾ അതിന് കൂടുതൽ പ്രാധാന്യം നൽകിയില്ല. പ്രസവമെടുത്തപ്പോൾ സാധാരണയുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങളാണിതെന്നായിരുന്നു മായ കരുതിയത്. ഒരു രാത്രി ഏകദേശം പ്രസവത്തീയതി അടുപ്പിച്ച് നളിനി ഉറങ്ങാൻ കിടന്നു. അവൾ വയറ്റിൽ കൈവച്ചപ്പോൾ കുഞ്ഞിന്റെ അനക്കം അവൾക്ക് കൂടുതൽ വ്യക്തമായി അനുഭവപ്പെട്ടു. ആ നിമിഷം അവൾക്ക് മനസ്സിലായി, ഈ കുഞ്ഞിനെ മറ്റൊരു അമ്മയ്ക്ക് നൽകാൻ അവൾക്ക് കഴിയില്ല. ഈ കുഞ്ഞ് തന്റേതാണ്, തന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ്.
നളിനിയുടെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. അവൾക്ക് മായയെയും രവിയെയും വിഷമിപ്പിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു. പക്ഷേ ഈ നിസ്സഹായാവസ്ഥയിൽ അവൾക്ക് ഈ തീരുമാനമെടുക്കേണ്ടി വന്നു. ആ രാത്രിയിൽ ആരും കാണാതെ അവൾ തന്റെ ബാഗ് പാക്ക് ചെയ്തു. അവൾ തനിക്ക് ലഭിച്ച 50 ലക്ഷം രൂപയുടെ ചെക്ക് മേശപ്പുറത്തുവെച്ചു. അതവൾക്ക് വേണ്ട. കാരണം ആ പണം ആ കുഞ്ഞിന്റെ വിലയായിരുന്നു. ആ പണത്തിന് അവളുടെ കുഞ്ഞിന്റെ വില നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് അവൾ വിശ്വസിച്ചു. അർദ്ധരാത്രിയിൽ ആരും ഉണരുന്നതിനു മുൻപ് അവൾ ആ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയത്തിൽ ഭയവും അതിലുപരി മകനോടുള്ള സ്നേഹവും നിറഞ്ഞു. അവൾ എവിടേക്ക് പോകണം എന്നതിനെക്കുറിച്ച് അവൾക്കൊരു ധാരണയുമില്ലായിരുന്നു. തന്റെ ഗ്രാമത്തിലേക്ക് പോയാൽ രാഘവൻ അവളെ സ്വീകരിക്കുമോ എന്നും രവിയും മായയും അവളെ കണ്ടെത്തുമോ എന്നും അവൾക്ക് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ട്രെയിൻ കയറി ഒരുപാട് ദൂരേക്കു പോയി. ആ ട്രെയിൻ യാത്രയിൽ നളിനി തന്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു. അവൾ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് വന്നത് സ്വന്തം കുട്ടികൾക്കു വേണ്ടിയായിരുന്നു. ഇപ്പോൾ തിരികെ പോകുന്നത് മറ്റൊരു കുഞ്ഞിനു വേണ്ടിയാണ്. ഞാൻ ഒരുപാട് ദൂരം ഓട്ടി. പക്ഷേ എനിക്ക് എവിടെയും എത്താൻ കഴിഞ്ഞിട്ടില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. ഒടുവിൽ അവൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഒരു ഗ്രാമത്തിൽ അവൾ ട്രെയിനിറങ്ങി. അവിടെ ആളുകൾ വളരെ ദരിദ്രരായിരുന്നു. നളിനി ഒരു കൊച്ചുവീട് വാടകയ്ക്കെടുത്തു. അവിടെ താമസിച്ചു. പ്രസവത്തീയതി അടുത്തപ്പോൾ അവൾ ഭയന്നു. അവൾക്ക് ആരെയും അറിയില്ലായിരുന്നു. പക്ഷേ അവൾ ധൈര്യത്തോടെ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. നഗരത്തിൽ നിന്ന് വളരെ ദൂരെയുള്ള ആ ഗ്രാമത്തിലെ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുമ്പോൾ നളിനിയുടെ ഹൃദയത്തിൽ ഭയവും ആകാംക്ഷയും നിറഞ്ഞു. ആളൊഴിഞ്ഞ ആ ചെറിയ സ്റ്റേഷൻ, ചുറ്റും പാടങ്ങളും കുന്നുകളും മാത്രം. അവൾക്കെങ്ങോട്ടു പോകണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഭാവിയെക്കുറിച്ച് അവൾക്കൊരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒരു ചോദ്യചിഹ്നം പോലെ മുന്നിൽ നിൽക്കുന്നു. അവൾ നടന്നു ഒരു ചെറിയ അങ്ങാടിയിലെത്തി. അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ചിലർ കച്ചവടം ചെയ്യുന്നു, മറ്റു ചിലർ സാധനങ്ങൾ വാങ്ങുന്നു. അവൾ ഒരു ചെറിയ ചായക്കടയിൽ കയറി. അവിടെ ചായ ഉണ്ടാക്കുന്ന ഒരു വൃദ്ധയെ അവൾ ശ്രദ്ധിച്ചു. അവരുടെ മുഖത്ത് ഒരുപാട് ദുരിതങ്ങളുണ്ടായിരുന്നെങ്കിലും ഒരുതരം ശാന്തതയും സ്നേഹവും ഉണ്ടായിരുന്നു. അവൾക്ക് അവരോട് സംസാരിക്കണമെന്ന് തോന്നി. അമ്മ, ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ഒരു ചെറിയ വീട് കിട്ടുമോ? നളിനി മടിച്ചുകൊണ്ട് ചോദിച്ചു. വൃദ്ധ അവളെയൊന്ന് നോക്കി, നീ ഇവിടത്തുകാരിയല്ലെന്ന് തോന്നുന്നു. എവിടെ നിന്ന് വരുന്നു? നളിനി ഒരുപാട് കാര്യങ്ങൾ മറച്ചുവെച്ച് തന്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു എന്ന് മാത്രം പറഞ്ഞു. വൃദ്ധയുടെ മുഖത്ത് സഹതാപം നിറഞ്ഞു. എന്റെ വീടിന്റെ അടുത്തൊരു ചെറിയ കൂരയുണ്ട്. അവിടെ ഒരാളുണ്ടായിരുന്നു. അയാൾ മരിച്ചുപോയി. നീ തൽക്കാലം അവിടെ താമസിച്ചോളൂ. വാടകയൊന്നും വേണ്ട. വാക്കുകൾ നളിനിക്ക് ദൈവത്തെ കണ്ടതുപോലെയായിരുന്നു. ആ കൊച്ചുവീട്ടിൽ അവൾക്ക് ഒരുപാട് ആശ്വാസം തോന്നി. അവൾക്ക് സ്വന്തമായി ഒരു ലോകം ലഭിച്ചതുപോലെ അവൾക്ക് തോന്നി. ആരും അവളെ ചോദ്യം ചെയ്യാനില്ല. ആരും അവളെ ശ്രദ്ധിക്കാൻ ശ്രമിച്ചില്ല. അവൾ ഭക്ഷണം കഴിക്കുകയും വീട് വൃത്തിയാക്കുകയും ചെയ്തു. അവൾ ഗ്രാമത്തിലെ ജോലികൾക്ക് പോയി തുടങ്ങി. അവൾക്ക് കിട്ടുന്ന കുറഞ്ഞ വേതനം അവൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു. പ്രസവത്തീയതി അടുത്തപ്പോൾ അവൾ ഭയന്നു. അവൾക്ക് ആരെയും അറിയില്ലായിരുന്നു. അവൾക്ക് മായയെയും രവിയെയും ഓർമ്മ വന്നു. അവർ തന്നെ എത്രത്തോളം സ്നേഹത്തോടെയാണ് പരിചരിച്ചത് എന്നോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ വയറുവേദന കാരണം അവൾക്ക് നിലവിളിക്കാൻ തോന്നി. അപ്പോൾ അവൾക്ക് ആ വൃദ്ധയെ ഓർമ്മ വന്നു. അവൾ ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി വൃദ്ധയുടെ വീടിന്റെ വാതിലിൽ മുട്ടി. വൃദ്ധ വേഗം വാതിൽ തുറന്നു. അവർക്ക് നളിനിയുടെ അവസ്ഥ മനസ്സിലായി. അവർ നളിനിയുടെ കയ്യിൽ പിടിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോയി. ഒരു ഡോക്ടറെ വരുത്തുകയും അവൾക്കു വേണ്ട എല്ലാ പരിചരണങ്ങളും നൽകുകയും ചെയ്തു. ആ രാത്രി അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിനെ കണ്ടതും അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവന്റെ കരച്ചിൽ കേട്ടപ്പോൾ അവളുടെ വേദനകളെല്ലാം അലിഞ്ഞുപോയതുപോലെ അവൾക്കു തോന്നി. അവൾ ആ കുഞ്ഞിൻദേവൻ എന്ന് പേരിട്ടു. നളിനിയുടെ ജീവിതം ആകെ മാറി. അവൾക്ക് ഇപ്പോൾ സ്വന്തമായി ഒരു കുഞ്ഞുണ്ട്. അവൾക്ക് അതിയായ സന്തോഷം തോന്നി. പക്ഷേ അവളുടെ മനസ്സ് പഴയ കാര്യങ്ങൾ ഓർത്തു ദുഃഖിച്ചു. അവൾ രവിയെയും മായയെയും ഓർത്തു വിഷമിച്ചു. അവർ അവൾക്കു കൊടുത്ത സന്തോഷം, അവരുടെ നിഷ്കളങ്കമായ മുഖം, അവരുടെ വിഷമം അവരെ പറ്റിച്ചതിൽ അവൾക്ക് കുറ്റബോധം തോന്നി. വർഷങ്ങൾ കടന്നുപോയി. ദേവൻ പതിയെ വലുതായി. അവൻ അമ്മയുടെ കൂടെ കളിക്കുകയും ചിരിക്കുകയും ചെയ്തു. നളിനി അവനെ ഒരുപാട് സ്നേഹിച്ചു. അവൾ അവനുവേണ്ടി ജീവിക്കാൻ തുടങ്ങി. നഗരത്തിൽ നിന്ന് വളരെ അകലെയുള്ള ആ ഗ്രാമത്തിൽ നളിനി തന്റെ പുതിയ ജീവിതം ആരംഭിച്ചു. ഓരോ ദിവസവും അവൾ ദേവനുവേണ്ടി ജീവിച്ചു. ഗ്രാമത്തിലെ എല്ലാവരും നളിനിയെയും അവളുടെ കുഞ്ഞിനെയും സ്നേഹിച്ചു.
അവൾക്ക് കിട്ടുന്ന കുറഞ്ഞ വേതനം അവൾക്ക് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ സഹായിച്ചു. ദേവൻ പതിയെ വലുതായി. അവൻ അമ്മയുടെ കൂടെ കളിക്കുകയും ചിരിക്കുകയും ചെയ്തു. നളിനി അവനെ ഒരുപാട് സ്നേഹിച്ചു. അവൾ അവനുവേണ്ടി ജീവിക്കാൻ തുടങ്ങി. അവൾ ഗ്രാമത്തിലെ ജോലികൾക്ക് പോകുമ്പോൾ ദേവൻ അവളുടെ കൂടെ ഉണ്ടാകും. അവൻ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അമ്മയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. അമ്മയാ മലകൾക്കു പിന്നിൽ എന്താണ്? ഈ നദി എവിടേക്കാണ് പോകുന്നത്? അവന്റെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ നളിനിയുടെ മനസ്സിലെ ഭാരം കുറച്ചു. അവൾ അവന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊടുത്തു. ദേവന്റെ പഠനത്തിനായി അവൾ അടുത്തുള്ള സ്കൂളിൽ ചേർത്തു. അവൻ പഠനത്തിൽ മിടുക്കനായിരുന്നു. അവന്റെ മുഖത്ത് രവിയുടെ അതേ ചിരിയുണ്ടായിരുന്നു. അവനെ കാണുമ്പോൾ മായയെയും രവിയെയും ഓർത്ത് അവളുടെ മനസ്സിൽ ഒരു വേദന നിറഞ്ഞു. അതേസമയം നഗരത്തിൽ രവിയും മായയും ദുഃഖത്തിലായിരുന്നു. നളിനിയെ കണ്ടെത്താൻ അവർ ഒരുപാട് ശ്രമിച്ചു. പോലീസിൽ പരാതി നൽകി. സ്വകാര്യ അന്വേഷകരെ വെച്ചു. പക്ഷേ ആരും നളിനിയെ കണ്ടുപിടിച്ചില്ല. മായയ്ക്ക് ഇത് വലിയൊരു മാനസികാഘാതമായിരുന്നു. അവൾ പതിവായി കരഞ്ഞു. രവിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. രവി മറ്റൊരു വിവാഹം കഴിക്കണമെന്നും ഒരു കുട്ടിയെ ദത്തെടുക്കണമെന്നും മായ ആവശ്യപ്പെട്ടു. പക്ഷേ രവി അതിനൊന്നും തയ്യാറായില്ല. തന്റെ ജീവിതത്തിൽ ഒരു കുട്ടിയുണ്ടാവില്ല എന്ന് അയാൾ തീരുമാനിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ദേവൻ 15 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായി വളർന്നു. അവൻ സ്കൂളിൽ നിന്ന് വന്ന് അമ്മയെ സഹായിക്കാൻ തുടങ്ങി. നളിനിക്ക് അവന്റെ കാര്യത്തിൽ ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ ഈ സന്തോഷം അധികം നീണ്ടുനിന്നില്ല. നളിനിക്ക് പതിയെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെട്ടു തുടങ്ങി. അവൾ ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കാതിരിക്കുകയും വയറുവേദന കാരണം രാത്രിയിൽ ഉറങ്ങാതിരിക്കുകയും ചെയ്തു. അവൾ ഗ്രാമത്തിലെ ഡോക്ടറെ കാണിച്ചു. അയാൾ നളിനിയെ ഒരുപാട് ദൂരെയുള്ള നഗരത്തിലെ ആശുപത്രിയിൽ കാണിക്കാൻ പറഞ്ഞു. നളിനി നഗരത്തിലെ ആശുപത്രിയിൽ പോവുകയും പരിശോധന നടത്തുകയും ചെയ്തു. അവൾക്ക് ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞു. നളിനിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് ഭയം തോന്നിയില്ല. പക്ഷേ ദേവനെ ഓർത്ത് അവളുടെ ഹൃദയം വേദനിച്ചു. താൻ മരിച്ചാൽ അവൻ ഒറ്റയ്ക്കായി പോകുമോ എന്ന് അവൾ ഭയന്നു. അവൾക്ക് തന്റെ ജീവിതകഥ ദേവനോട് പറയണമെന്ന് തോന്നി. പക്ഷേ എങ്ങനെ പറയുമെന്നോർത്ത് അവൾക്ക് ഒരു ധാരണയുമില്ലായിരുന്നു. ഈ അവസ്ഥയിൽ അവൾ ഒരു ഡയറി വാങ്ങി. അതിൽ തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവൾ എഴുതി. തന്റെ കുട്ടികൾക്കുവേണ്ടി നഗരത്തിലേക്ക് വന്നതും മായയെയും രവിയെയും കണ്ടതും അവരുടെ ദുഃഖം മാറ്റാനെടുത്ത തീരുമാനവും ഒളിച്ചോട്ടവുമെല്ലാം അവൾ ആ ഡയറിയിൽ എഴുതി. ഞാൻ ഈ ലോകത്തുനിന്ന് പോയാലും ദേവൻ സത്യമറിയണം. അവന് മായയെയും രവിയെയും കണ്ടെത്തണം. ഡയറി എഴുതുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നളിനിയുടെ ആരോഗ്യനില പതിയെ വഷളായിക്കൊണ്ടിരുന്നു. പക്ഷേ അവൾ ദേവനെ അത് അറിയിക്കാതെ നോക്കി. അവളുടെ വേദനയും ക്ഷീണവും അവൾ അവനിൽ നിന്ന് മറച്ചുവെച്ചു. അവൾ പതിവായി ഡയറി എഴുതാൻ തുടങ്ങി. അതിൽ തന്റെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും അവൾ എഴുതി. അവൾക്ക് മായയോടും രവിയോടുമുള്ള കുറ്റബോധം, ദേവനോടുള്ള വാത്സല്യം, തന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകളെല്ലാം ആ ഡയറിയിലുണ്ടായിരുന്നു. ഒരു ദിവസം നളിനിക്ക് വയറുവേദന കാരണം രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ വേദന കൊണ്ട് പുളഞ്ഞു. ദേവൻ ഉണർന്നപ്പോൾ അമ്മയുടെ അവസ്ഥ കണ്ട് അവൻ ഭയന്നു. അവൻ വേഗം ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് നളിനിയെ പരിശോധിച്ചു. അമ്മയ്ക്ക് പെട്ടെന്ന് നഗരത്തിൽ പോയി ചികിത്സ തുടങ്ങണം ഡോക്ടർ പറഞ്ഞു. ദേവൻ ഒരുപാട് വിഷമിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. നളിനി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഡോക്ടർ പോയ ശേഷം ദേവൻ അമ്മയുടെ മുറി വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോൾ മേശപ്പുറത്തിരുന്നിരുന്ന ഒരു ചെറിയ ഡയറി അവന്റെ കണ്ണിൽപ്പെട്ടു. അമ്മയുടെ സ്വകാര്യകാര്യങ്ങൾ അവന് അറിയാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അവന്റെ മനസ്സ് അതിലെന്താണെന്നറിയാൻ അവനെ പ്രേരിപ്പിച്ചു. അവൻ ആ ഡയറി തുറന്നു വായിച്ചു. ആദ്യത്തെ പേജുകൾ വായിക്കുമ്പോൾ അവൻ ഒരുപാട് ആശയക്കുഴപ്പത്തിലായി. നഗരമായ രവി അവകാശികൾ ഒളിച്ചോട്ടം എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലായില്ല. അവൻ ഓരോ പേജും വേഗത്തിൽ മറിച്ചു. അമ്മയുടെ ദുഃഖം, അവളുടെ വേദന, അവളുടെ മനസ്സെല്ലാം ആ ഡയറിയിലുണ്ടായിരുന്നു. അമ്മയുടെ ഒളിച്ചോട്ടത്തെക്കുറിച്ചും താൻ ഒരു വാടക ഗർഭപാത്രത്തിൽ ജനിച്ച കുഞ്ഞാണെന്നും അവൻ മനസ്സിലാക്കി. അവന്റെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞു. അവന്റെ അമ്മയല്ല, നളിനിമായയാണ് അവന്റെ അമ്മ. അവന്റെ അച്ഛനല്ല, രാഘവൻ രവിയാണ് അവന്റെ അച്ഛൻ. അവനെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. അവൻ ഡയറിയുമെടുത്ത് അമ്മയുടെ അടുത്ത് ചെന്നു. അവൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിൽ പിടിച്ചു. അമ്മ, ഇത് സത്യമാണോ? അവൻ ചോദിച്ചു. നളിനി മറുപടി പറയാൻ ഭയന്നു. അവൾക്ക് ദേവനെ നഷ്ടപ്പെടുമോ എന്ന് അവൾ ഭയന്നു. അവൾ തലയാട്ടി. അപ്പോൾ അവൻ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. നളിനിയും അവനോടൊപ്പം കരഞ്ഞു. നീ എന്നെ വെറുക്കരുത് മോനെ, നളിനി പറഞ്ഞു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്റെ കുഞ്ഞാണ്, എന്റെ ജീവനാണ്. ദേവൻ
തലയുയർത്തി, ഞാൻ നിങ്ങളെ ഒരിക്കലും വെറുക്കില്ല അമ്മേ. നിങ്ങളെനിക്കു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കാണണം. ഞാൻ അവരെ ഇവിടെ കൊണ്ടുവരും ദേവൻ പറഞ്ഞു. നളിനി അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ അതിയായ സന്തോഷവും ഭയവുമുണ്ടായിരുന്നു. അവൾക്ക് രവിയെയും മായയെയും കാണാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അവൾ ദേവനെ തടഞ്ഞില്ല. ദേവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അവന്റെ അമ്മയായ നളിനിയുടെ ഡയറിയിൽ കണ്ട വിവരങ്ങൾ അവനെ അമ്പരപ്പിച്ചു. അവന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു. നളിനി ഭയത്തോടെ അവനെ നോക്കി. മോനെ, അവരെ കണ്ടെത്താൻ കഴിയില്ല. ഒരുപാട് വർഷങ്ങളായി നളിനി പറഞ്ഞു. പക്ഷേ ഞാൻ ശ്രമിക്കും. ഞാൻ എന്റെ അച്ഛനെയും അമ്മയെയും കണ്ടെത്താൻ നഗരത്തിലേക്ക് പോകുന്നു. ദേവൻ പറഞ്ഞു. നളിനിക്ക് അവനെ തടയാൻ കഴിഞ്ഞില്ല. നളിനി അവന് കുറച്ച് പണം കൊടുത്തു. എനിക്കുവേണ്ടി ഇത് സൂക്ഷിക്കണം. ഇത് എന്റെ ചികിത്സയ്ക്കുള്ള പണമാണ്. അവൾ പറഞ്ഞു. ദേവൻ തലയാട്ടി. പേടിക്കണ്ട അമ്മേ, ഞാൻ പെട്ടെന്ന് തിരിച്ചുവരും. ദേവൻ നഗരത്തിലേക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് വാങ്ങി. അവന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കാണാനും അവരെ സത്യം മനസ്സിലാക്കിക്കാനും. നഗരത്തിലെത്തി അവൻ ഡയറിയിൽ കണ്ട വിലാസം വെച്ച് മായയുടെയും രവിയുടെയും വീട് കണ്ടുപിടിച്ചു. അവൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നു. അപ്പോൾ രവി പൂന്തോട്ടത്തിൽ ചെടികളെ നനയ്ക്കുകയായിരുന്നു. അവന്റെ മുഖം രവിയുടേതുപോലെയായിരുന്നു. നിങ്ങൾ രവിയാണോ? ദേവൻ ചോദിച്ചു. രവി തലയുയർത്തി. അവന്റെ കണ്ണുകൾ ദേവന്റെ മുഖത്ത് ഉടക്കി. അവന്റെ ഹൃദയത്തിൽ ഒരുതരം വേദന തോന്നി. അതെ, നിങ്ങൾ ആരാണ്? രവി ചോദിച്ചു. ഞാൻ നിങ്ങളുടെ മകനാണ്. ദേവൻ പറഞ്ഞു. രവി അവനെ അവിശ്വസനീയമായി നോക്കി. നിനക്ക് തെറ്റിപ്പോയി. എനിക്ക് കുട്ടികളില്ല. രവി പറഞ്ഞു. എനിക്ക് തെറ്റിപ്പോയില്ല. ഞാൻ നിങ്ങളുടെ മകനാണ്. എന്റെ അമ്മയുടെ പേര് നളിനി. അവർ നിങ്ങളുടെ വീട്ടിൽ വർഷങ്ങളോളം ജോലി ചെയ്തിരുന്നു. ദേവൻ പറഞ്ഞു. രവി ഞെട്ടിപ്പോയി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. നിന്റെ അമ്മക്ക് എന്തു സംഭവിച്ചു? രവി ചോദിച്ചു. അവൻ രവിയോടൊപ്പം വീടിനകത്തേക്ക് പോയി. മായ ഒരു മുറിയിലിരുന്ന് TV കാണുകയായിരുന്നു. അവൾ തലയുയർത്തി. അവളുടെ കണ്ണുകൾ ദേവന്റെ മുഖത്ത് ഉടക്കി. അവളുടെ ഹൃദയം ഒരുപാട് വേദനിച്ചു. മായേ, ഇത് ദേവൻ നമ്മുടെ മകൻ. രവി പറഞ്ഞു. മായ വിശ്വസിക്കാതെ അവനെ നോക്കി. നമ്മുടെ മകനോ? നളിനിയുടെ ഡയറിയിൽ കണ്ട അടയാളങ്ങൾ അവന്റെ മുഖത്തുമുണ്ടായിരുന്നു. അവൾ അവന്റെ കൈയിൽ പിടിച്ചു. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. മോനെ, നീ എവിടെയായിരുന്നു? ഞാൻ നിനക്കുവേണ്ടി ഒരുപാട് കരഞ്ഞു. മായ പറഞ്ഞു. അവർ ദേവനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ദേവൻ തന്റെ ജീവിതത്തെക്കുറിച്ചും നളിനിയുടെ അസുഖത്തെക്കുറിച്ചുമെല്ലാം പറഞ്ഞു. നളിനിക്ക് ക്യാൻസറാണോ? അവൾ എവിടെയാണുള്ളത്? മായ ചോദിച്ചു. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവരും. അവളെ ചികിത്സിക്കണം. മായ പറഞ്ഞു. അവർ അടുത്ത ദിവസം തന്നെ നളിനിയെ കാണാൻ ഗ്രാമത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. രവിയും മായയും ദേവനോടൊപ്പം നളിനിയെ കാണാൻ തിടുക്കത്തിൽ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. അവരുടെ മനസ്സിൽ ഒരുപാട് വികാരങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. വർഷങ്ങളായുള്ള വേദനയും കുറ്റബോധവും ഒരു മകനെ തിരികെ കിട്ടിയതിന്റെ സന്തോഷവും. അവർ ഒരുപാട് ദൂരെയുള്ള ആ ഗ്രാമത്തിലെ കൊച്ചുവീട്ടിലെത്തി. മായയും രവിയും നളിനിയെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അവശയായി മെലിഞ്ഞുകട്ടിലിൽ കിടക്കുന്ന നളിനി. അവളുടെ മുടി മുഴുവൻ നരച്ചിരുന്നു. അവളുടെ മുഖത്ത് രോഗത്തിന്റെ അടയാളങ്ങളുണ്ടായിരുന്നു. മായയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ നളിനിയുടെ അടുത്ത് ചെന്ന് അവളുടെ കൈയിൽ പിടിച്ചു. നളിനി, നീ എന്താണ് എന്നോടിങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടാണ് നീ എന്നിൽ നിന്ന് ഓടിപ്പോയത്? മായ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. നളിനി ഒന്നും പറയാതെ മായയെ നോക്കി. അവളുടെ കണ്ണുകളിൽ കുറ്റബോധം നിറഞ്ഞു. എനിക്ക് ഒരുപാട് വേദനയുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല, നളിനി പറഞ്ഞു. രവി നളിനിയുടെ അടുത്തു ചെന്ന് അവളുടെ കൈയിൽ പിടിച്ചു. നളിനി, ഞങ്ങൾ നിനക്ക് മാപ്പ് തരുന്നു. നീ ഞങ്ങൾക്കുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. രവി പറഞ്ഞു. നളിനി രവിയെ നോക്കി. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നെ മാപ്പ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദിയുള്ളവളാണ്, നളിനി പറഞ്ഞു. ദേവൻ തന്റെ അച്ഛനെയും അമ്മയെയും നളിനിയെയും പരിചയപ്പെടുത്തി. ഇതാണ് എന്റെ അച്ഛൻ രവി. ഇതാണെന്റെ അമ്മ മായ. ദേവൻ പറഞ്ഞു. നളിനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് ദേവനെ നഷ്ടപ്പെടുമോ എന്ന ഭയം തോന്നി. പക്ഷേ അവൾ ഒന്നും പറഞ്ഞില്ല. മായ നളിനിയുടെ അടുത്തുചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. നീ എന്റെ സഹോദരിയെപ്പോലെയാണ്. നീ ഞങ്ങൾക്കൊരുപാട് നന്മ ചെയ്തു. മായ പറഞ്ഞു. അവർ നളിനിയെ നഗരത്തിലേക്ക് കൊണ്ടുപോയി. അവർ അവളെ ഒരു വലിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർ നളിനിയെ പരിശോധിച്ചു. അസുഖം വളരെ സാരമാണ്. പക്ഷേ ചികിത്സിച്ചാൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, ഡോക്ടർ പറഞ്ഞു. മായയും രവിയും നളിനിക്ക് ഏറ്റവും മികച്ച ചികിത്സ നൽകാൻ തീരുമാനിച്ചു. അവർ ഒരുപാട് പണം ചെലവഴിച്ചു.
നളിനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോൾ ദേവൻ അവരെ പതിവായി കാണാൻ പോയി. അവൻ നളിനിയുടെ കൈയിൽ പിടിച്ചു. അമ്മേ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ദേവൻ പറഞ്ഞു. നളിനി സന്തോഷിച്ചു. നീ എന്നെ മറക്കരുത്. അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ മറക്കില്ല. ദേവൻ പറഞ്ഞു. അവൾക്കൊരുപാട് സന്തോഷം തോന്നി. നഗരത്തിലെ ഏറ്റവും മികച്ച ആശുപത്രിയിലെ ചികിത്സയിലൂടെ നളിനിയുടെ ആരോഗ്യം പതിയെ മെച്ചപ്പെടാൻ തുടങ്ങി. മായയും രവിയും അവൾക്ക് ആവശ്യമായ എല്ലാ പരിചരണങ്ങളും നൽകി. ദേവൻ എല്ലാ ദിവസവും അവരെ സന്ദർശിച്ചു. അവന്റെ സാന്നിധ്യം നളിനിക്ക് വലിയ സന്തോഷം നൽകി. മായയും രവിയും അവനോട് ഒരുപാട് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പെരുമാറി. ഈ ദിവസങ്ങൾ അവർക്ക് ഒരു കുടുംബമെന്ന നിലയിൽ ഒന്നിച്ചു നിൽക്കാനുള്ള അവസരം നൽകി. രോഗം മാറിയപ്പോൾ നളിനിയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നു. ദേവനെ അവന്റെ യഥാർത്ഥ മാതാപിതാക്കളുടെ കൂടെ വിടുന്നതാണ് ശരിയെന്ന് അവൾക്ക് തോന്നി. അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവനെ വേർപിരിയുക എന്നത് വലിയൊരു വേദനയായിരുന്നു. പക്ഷേ അവൾക്ക് അവളുടെ 3 കുട്ടികളെയും ഭർത്താവിനെയും ഓർമ്മ വന്നു. അവർ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അവരുടെ അടുത്തേക്ക് തിരികെ പോകണം. ഒരു ദിവസം നളിനി രവിയെയും മായയെയും വിളിച്ചു. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്, അവൾ പറഞ്ഞു. ഞാൻ എന്റെ മകനെ നിങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചു. അവൻ നിങ്ങളുടെ മകനാണ്, നളിനി പറഞ്ഞു. മായയും രവിയും ഞെട്ടിപ്പോയി. നളിനി, നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നീ അവന്റെ അമ്മയാണ്, മായ പറഞ്ഞു. അതെ, പക്ഷേ ഞാൻ എന്റെ കുട്ടികളുടെ അമ്മയാണ്. അവർ എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ അവരെ സഹായിക്കണം, നളിനി പറഞ്ഞു. രവിയും മായയും നളിനിയുടെ തീരുമാനത്തെ ബഹുമാനിച്ചു. അവർക്ക് നളിനിയുടെ ത്യാഗത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. നളിനി, നീ ഞങ്ങൾക്ക് ഒരുപാട് നന്മ ചെയ്തു. ഞങ്ങൾ നിനക്ക് ഒരുപാട് നന്ദിയുള്ളവരാണ്, രവി പറഞ്ഞു. അവർ നളിനിക്ക് 50 ലക്ഷം രൂപയുടെ ചെക്ക് നൽകി. .3 ഇത് നിന്റെ ചികിത്സയ്ക്കും നിന്റെ കുടുംബത്തിനും വേണ്ടിയുള്ള പണമാണ്, രവി പറഞ്ഞു. നളിനി സന്തോഷത്തോടെ ചെക്ക് സ്വീകരിച്ചു. യാത്ര പുറപ്പെടുന്നതിനു മുൻപ് നളിനി ദേവനെ കാണാൻ ചെന്നു. മോനെ, ഞാൻ പോവുകയാണ്. നീ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു, നളിനി പറഞ്ഞു. ദേവൻ നളിനിയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, നിങ്ങൾ എപ്പോഴും എന്റെ മനസ്സിലുണ്ടാകും, ദേവൻ പറഞ്ഞു. നളിനി അവനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. പിന്നീട് അവൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. നളിനി തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. അവളുടെ ഭർത്താവും കുട്ടികളും അവളെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞു. അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവൾക്ക് ലഭിച്ച പണം ഉപയോഗിച്ച് അവൾ തന്റെ കടങ്ങൾ വീട്ടി. കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അവരെല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. നഗരത്തിൽ രവിയും മായയും ദേവനുമായി സന്തോഷത്തോടെ ജീവിച്ചു. അവർ ഒരുമിച്ച് ധാരാളം സമയം ചെലവഴിച്ചു. നഷ്ടപ്പെട്ട വർഷങ്ങൾ അവർക്ക് തിരികെ ലഭിച്ചു. ഈ യാത്രയിൽ നളിനി അവരുടെ കുടുംബത്തിൽ പുതിയ പ്രതീക്ഷയും സന്തോഷവും നൽകി. നളിനിയും അവളുടെ കുടുംബവും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചു.